മാസം കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, സ്വലാത്ത് ചൊല്ലിയിട്ട് തങ്ങളെ കാണുന്നില്ല. നിരാശ വേണ്ട. എന്റെ നബിയോടാണ് എനിക്കു പ്രേമം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആഖിറത്തിൽ ആ വലിയ നോട്ടം നമുക്കുണ്ടാകാൻ, എല്ലാ പ്രതിസന്ധികളുമുള്ള ലോകത്ത്, ആ സങ്കടമുള്ള നെട്ടോട്ടമോടുന്ന ലോകത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാഹ്. ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഞാനുമായി അടുപ്പമുള്ളവർ, ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ, ജനങ്ങളിൽ നിന്ന് കൂടുതൽ എനിക്ക് സ്വലാത്ത് ചൊല്ലുന്നവരാണ്, ജനങ്ങളിൽ നിന്ന് കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് ഞാനുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർ. ആ സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കണം. അത് സാധാരണ സ്വലാത്ത് ചൊല്ലുന്ന സദസ്സുകളിൽ, നമ്മുടെ ആഴ്ചയിൽ നടക്കുന്ന പള്ളികളിലും അതുപോലെ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും സ്വലാത്ത് ചൊല്ലണം. എപ്പോഴും നാം സ്വലാത്തിന്റെ ആളായി മാറണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ ലുബ്ധനാരാണ്, ഏറ്റവും വലിയ പിശുക്കനാരാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ദുകിറതു ഇൻദഹു വലം യുസല്ലി അലയ്യ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഏറ്റവും വലിയ ലുബ്ധനാരാണ്? ഒരാളുടെ അടുക്കൽ എന്റെ പേര് പറയപ്പെട്ടു, അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. സ്വലാത്ത് ചൊല്ലാത്തവൻ, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ, അവനാണ് ഏറ്റവും വലിയ ലുബ്ധൻ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമ്മുടെ ദുനിയാവിലും ആഖിറത്തിലും കൈപിടിക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ ഹൽഖ എവിടെയായാലും, സ്വലാത്തിന്റെ പരിപാടി ഏതായാലും, സുഹൃത്തുക്കളെ, ഇനി നമുക്കൊന്നുമില്ല. നമ്മുടെ നൃത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും എല്ലാ സമയത്തും സ്വലാത്ത് ചൊല്ലിക്കൂ. അലിഫിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, എന്നെ കേൾക്കുന്ന സ്നേഹികളോട് ഞാൻ പറയുന്നു, ഉമ്മമാരോട് പ്രത്യേകിച്ചും പറയുന്നു, എല്ലാ സമയത്തും ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നിന്റെ ദോഷങ്ങളെ മാപ്പ് ചെയ്ത് കിട്ടും, നിന്റെ ടെൻഷൻ മുഴുവനും നീങ്ങിക്കിട്ടും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്ത് അത് ഏറ്റവും വലിയ കാവലാണ്, ഏറ്റവും വലിയ പരിചയാണ്, ഏറ്റവും വലിയ ജുന്നത്താണ്. ആ നേട്ടം നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാൻ സ്ഥിരമായി സ്വലാത്തുമായി ബന്ധപ്പെടുക, സ്വലാത്തുമായി നിരന്തരം ബന്ധപ്പെടുക. അത് തന്നെയാണ് പ്രശ്നങ്ങൾക്ക് മുഴുവനും പരിഹാരം. കൊറോണ വന്നു, മറ്റ് മുസീബത്തുകൾ വന്നു, പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു. സുഹൃത്തുക്കളെ, സ്വലാത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം. ഒരിക്കലും സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മുറിയാൻ പാടില്ല. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്ത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് അള്ളാഹു തആല നമുക്ക് പരിചയപ്പെടുത്തിയത് തന്നെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന് വലിയ പവർ അല്ലാഹുവിന്റെ കലാമിലില്ലേ. അല്ലാഹുവും അവന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു. മുഅ്മിനീങ്ങളെ, നിങ്ങളും ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, നിങ്ങളും സലാം ചൊല്ലിക്കൊണ്ടിരിക്കുക.
ആ സ്വലാത്ത് ജീവിതത്തിന്റെ വിജയത്തിന്, ദുന്യാവിന്റെ വിജയത്തിന്, ആഖിറത്തിന്റെ വിജയത്തിന് ഹബീബായ തങ്ങളെ പേരിലുള്ള സ്വലാത്ത് മാത്രമാണ് രക്ഷ. ആ ഹബീബായ തങ്ങളുടെ സ്വലാത്ത് മാത്രമാണ് രക്ഷ. അതുകൊണ്ട് സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിച്ച്, സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിച്ച് ഈ മദ്ഹിന്റെ മാസം തീരുന്നതിന് മുമ്പ്, മൗലിദിന്റെ മാസം തീരുന്നതിന് മുമ്പ് നല്ല ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കണ്ടുകിട്ടണം. ആ ഹബീബായ തങ്ങളെ പരിശുദ്ധമായ വജ്ഹ് നമുക്കൊന്ന് കിട്ടണം. ഈ പരിശുദ്ധമായ ദിവസത്തിൽ അലിഫിന്റെ ഈ പ്രവർത്തകന്മാരായ സ്നേഹികളായി എന്നെ ഓൺലൈനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സുഹൃത്തുക്കളെ, നമ്മൾ നിസ്കരിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിസ്കരിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളൂ ചെയ്യണം, ചൊല്ലാനുള്ള ദിക്റുകളും മറ്റുമൊക്കെ ചൊല്ലിയിട്ട് നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്ത് ചൊല്ലി 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 അങ്ങനെ കണ്ണടക്കണം. ആ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു ലക്ഷ്യം കൽബിൽ വരട്ടെ, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്കൊന്ന് കാണിക്കണം അല്ലാഹ്, നിന്റെ ഹബീബായ തങ്ങളെ എനിക്കൊന്ന് കാണിക്കണമല്ല. എന്തിനാണ് ആ വജ്ഹ് കാണുന്നത്? മൻ വറാഅഹ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗലുക സ്വാഫി മുബറദ് വിറുദുനാ യൗമൻ നുശൂരി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലേക്ക് സലാമൊന്ന് ചെല്ലട്ടെ, സ്വലാത്തൊന്ന് പോകട്ടെ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വജ്ഹ് കണ്ടാൽ മൻ റആ വജ്ഹക യസ്അദ്, തങ്ങളെ കാണുന്നവൻ വിജയിക്കുന്നു നബിയേ, തങ്ങളെ കണ്ടവൻ വിജയിക്കുന്നു നബിയേ. ലൈതനി ഖസ്വനി ബിറുഅയതി വജ്ഹിൻ സാല അൻ കുല്ലി മൻ റആഹു സിഖാഉ. തങ്ങളെ കണ്ടവര് വിജയിക്കുന്നു നബിയേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി കണ്ണടക്കുക. ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെ സ്വലാത്ത് മുടക്കണ്ട, നാളെയും കണ്ടില്ലെങ്കിൽ മറ്റന്നാൾ ചൊല്ലാതിരിക്കണ്ട, അന്നും കണ്ടില്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസം സ്വലാത്ത് മുറിയണ്ട. സ്വലാത്ത് ചൊല്ലി ചൊല്ലി കണ്ണടച്ചോളൂ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആശ വെച്ച്, അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമോ? മാസം കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, സ്വലാത്ത് ചൊല്ലിയിട്ട് തങ്ങളെ കാണുന്നില്ല. നിരാശ വേണ്ട. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൽബിൽ ഈ സംസാരം ഒരു മാറ്റമുണ്ടാക്കുമോ? നീ സ്വലാത്ത് ചൊല്ലൂ ഹബീബായ തങ്ങളെ പേരിൽ. നിന്റെ എല്ലാ ദുന്യാവിന്റെ ബന്ധങ്ങളും, അശ്ലീലമായ ബന്ധങ്ങളും, അവിഹിതമായ ബന്ധങ്ങളും ഒഴിവാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് വെച്ച് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങുമോ?
ഹബീബായ തങ്ങളെ കൽബിലൊരു തോന്നലല്ലോ, ആ പെണ്ണ് പേരാവൂരുള്ള ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ അവരെന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയിട്ട് എത്ര നാളായല്ല, കാണാൻ ആശ വെച്ചാണ് സ്വലാത്ത് ചൊല്ലുന്നത്. എന്നെ ഇതുവരെ കണ്ടില്ല, ഞാൻ പോയില്ല, എന്നാലും സ്വലാത്ത് മുടങ്ങാതെ അവർ ചൊല്ലുന്നുണ്ട്. ആദ്യം ഹറാമൊക്കെ പലതും കണ്ടതാണ്, ഇപ്പൊ എന്നെ കാണാൻ ആശ വെച്ചിട്ട് അവരെ കണ്ണുകൊണ്ടവര് ഹറാമ് കാണുന്നില്ല അല്ലാ. പട്ടുറുമാലും അതുപോലെ സീരിയലും ഒന്നും അവര് കാണുന്നില്ല അല്ലാ. ഒരു റിയാലിറ്റി ഷോ അവര് കാണുന്നില്ല അല്ലാ. ഒന്നും അവര് കാണുന്നില്ല. അവര് ഖുർആൻ ഓതുന്നു, അവര് നന്മ ചെയ്യുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോ പാട്ട് കേട്ടിട്ട് ഉറങ്ങിയവരത് മതിയാക്കി, പലതും കണ്ടിട്ടുറങ്ങിയവരത് മതിയാക്കി. പല കൽബിലൊരു ചിന്തയുണ്ട്, എന്നെ കാണുക, നിന്റെ പൊരുത്തം കിട്ടുക. അങ്ങനെ ഒരു ചിന്തയിലാണ് അവർ കണ്ണടക്കുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്. അങ്ങനെ ഒരു പെണ്ണിനെ ഒന്ന് കണ്ടാൽ എന്താ, അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ഒന്ന് സന്ദർശിച്ചാൽ എന്താ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബിൽ അങ്ങനെ ഒരു ചിന്ത വരുന്നത് വരെ നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലിക്കൂടെ? നാളെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ ആഖിറത്തിൽ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുമ്പോ അന അവ്വലു മൻ യുഹർരിഖു ഹൽഖൽ ജന്ന, സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണെന്ന് തങ്ങൾ പറഞ്ഞില്ലേ? ആ തങ്ങളെ കൈപിടിച്ച് തങ്ങളെ ചാരത്ത് മഹാന്മാരുടെ ഹുദമത്തിൽ ഒന്ന് സ്വർഗ്ഗത്തിലെത്താൻ ആശ വെച്ചുകൂടെ? الرحمن الرحيم